പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഇതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സെക്കൻഡ് വൺ ഹുക്സ് ലോ ആൻഡ് തേർഡ് വൺ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് നീങ്ങാം. ഫസ്റ്റ് ടോപ്പിക്, ഇലാസ്റ്റിസിറ്റി. It is a property of a body by virtue of which it tends to regain its original size and shape when the applied deforming force is removed. It is known as elasticity. And steel is more elastic than rubber. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, വലിച്ചാൽ നീളണതാണോ ഇലാസ്റ്റിസിറ്റി, ഫോഴ്സ് റിമൂവ് ചെയ്താൽ തിരിച്ചു വരുന്നതാണോ ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാൽ, ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ സ്റ്റേറ്റ് റീഗെയിൻ ചെയ്യണ എബിലിറ്റിനെ വിളിക്കണ പേരാണ് ഇലാസ്റ്റിസിറ്റി. സോ നമുക്ക് ഉറപ്പിക്കാം, സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. Then plasticity. It is the inability of a body to regain its original size and shape when the deforming force is removed. Okay, so the inability of a body to regain its original size and shape when the deforming force is removed is known as plasticity. Example, putty, mud, wax, etc. Then two more topics, deforming force. The applied force required to deform a solid. അതിൻ്റെ പേരിൽ തന്നെ ആൻസർ ഉണ്ട്. ഒരു ഓബ്ജക്റ്റിനെ ഡിഫോം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സാണ് ഡിഫോമിംഗ് ഫോഴ്സ്. റിസ്റ്റോറിംഗ് ഫോഴ്സ്, ദ ഇൻറ്റേർണൽ ഫോഴ്സ് ഡെവലപ്ഡ് വിത്തിൻ ദ മെറ്റീരിയൽ ഇൻ ഓർഡർ ടു റീഗെയിൻ ദ ഒറിജിനൽ കോൺഫിഗറേഷൻ. പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ ഒരു ഓബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണ ഫോഴ്സിനെ വിളിക്കണ പേരാണ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രെസ്. When forces are applied on a body, it is deformed to a small or large extent depending on the nature of the material and the magnitude of deforming force. When a body is subjected to a deforming force, a restoring force is developed in the body. This restoring force is equal in magnitude but opposite in direction to the applied force. നമ്മളൊരു ഓബ്ജക്റ്റിൽ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു റിസ്റ്റോറിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ ടു ദി അപ്ലൈഡ് ഫോഴ്സ് ആയിരിക്കും. ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. യൂണിറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യണ റിസ്റ്റോറിംഗ് ഫോഴ്സിനെ നമ്മൾ വിളിക്കണ പേരാണ് സ്ട്രെസ്. If F is the force applied normal to the cross section and A is the area of cross section of the body, then magnitude of stress is F divided by A, or force by area. Restoring force per unit area is called stress. SI unit of stress is Newton per meter square or Pascal. Its dimensional formula is m L raised to -1 T raised to -2. Stress is a tensor, neither scalar nor vector. It is a tensor quantity. The next topic is strain. When a deforming force is applied, there may be change in dimension, may be length, area, volume, shape, etc. Strain, change in dimension divided by original dimension. That is, strain is the ratio of change in dimension to original dimension. നമുക്കറിയാം, ഡിവൈഡഡ് ബൈ വന്നാൽ ഇറ്റ് ഈസ് the ratio of numerator to denominator. So strain is the ratio of change in dimension to original dimension. Strain is a unitless and dimensionless quantity. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം
വാല്യൂ ഓർ സെയിം ക്വാണ്ടിറ്റി ആണ് വരിക. അതിനാൽ സ്ട്രെയിനിന് യൂണിറ്റോ ഡയമെൻഷനോ ഉണ്ടാവുകയില്ല. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, ചേഞ്ച് ഇൻ വോള്യം ബൈ ഒറിജിനൽ വോള്യം. ഇങ്ങനെ വരുമ്പോൾ ആ ക്വാണ്ടിറ്റി യൂണിറ്റ് ലെസ് ആൻഡ് ഡയമെൻഷൻ ലെസ് ആയി മാറും. സ്ക്രീനിൽ നോക്കുക, വോള്യം സ്ട്രെസ് അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിൻ കൃത്യമായി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നോക്കൂ. Then different types of stress and strain. First one, longitudinal stress, and it is divided into two: tensile stress and compressive stress. Tensile stress എന്താണെന്ന് നോക്കാം. A cylinder is stretched by two equal forces applied normal to its cross-sectional area. The restoring force per unit area in this case is called tensile stress. സിലിണ്ടർ ഈക്വൽ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ സിലിണ്ടറിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എത്ര ആയിരിക്കുമോ അതിനെ നമ്മൾ വിളിക്കണ പേരാണ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, ദെൻ കംപ്രസീവ് സ്ട്രെസ്. If the cylinder is compressed under the action of applied force or applied forces, the restoring force per unit area is known as compressive stress. ഒരു ഓബ്ജക്റ്റിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കണതെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണത് കാരണം ഓബ്ജക്റ്റിൻ്റെ ലെങ്ത് ഇൻക്രീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണതെങ്കിൽ അത് ടെൻസൈൽ സ്ട്രെസ് ആയിട്ട് മാറും. അതിൻ്റെ റിവേഴ്സ് എഫക്റ്റ്, അതിനെ നമ്മൾ വിളിക്കണ പേരാണ് കംപ്രസീവ് സ്ട്രെസ്. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ദെൻ സെക്കൻഡ് വൺ, ഷിയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ്, ആൻഡ് along with that there is shearing strain. അതെന്താണെന്ന് നോക്കാം. When two equal and opposite deforming forces are applied parallel to the cross-sectional area, there is relative displacement between the opposite faces of the object. The restoring force per unit area developed due to the applied tangential forces is known as tangential or shearing stress. ഒരു ഓബ്ജക്റ്റിൻ്റെ രണ്ട് എൻഡുകളിലായി നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഓബ്ജക്റ്റിന് അതിൻ്റെ ഡയമെൻഷനിൽ അല്ലെങ്കിൽ അതിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും രണ്ട് എൻഡുകളിലെ ക്രോസ് സെക്ഷണൽ ഏരിയകൾക്കിടയിൽ. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കണ പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. ദെൻ ഷിയറിംഗ് സ്ട്രെയിൻ. It is defined as a ratio of relative displacement of the faces to the length of the object. Shearing strain is delta x by L and it is actually tan theta. സ്ക്രീനിൽ കൃത്യമായിട്ട് നമുക്ക് കാണാം ഡെൽറ്റ എക്സ്. രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ എൻഡുകളിൽ നമ്മൾ ടാൻജൻഷ്യലായി ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുകൾക്കിടയിൽ ഉണ്ടാകും. അതിൻ്റെ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ദ ലെങ്ത് ഓഫ് ദി ഓബ്ജക്റ്റ്. അതിനെയാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് നോക്കാം. വോള്യം സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ് along with this വോള്യം സ്ട്രെയിൻ. വോള്യം സ്ട്രെസ് എന്താണെന്ന് നോക്കാം. This stress is developed in the body when applied force produces a change in volume of the body. In magnitude, it is equal to the hydraulic pressure. So, volume stress എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോള്യം പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ
സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ട്രെസ്സിനെ വോളിയം സ്ട്രെസ് എന്ന് പറയുന്നു. അപ്പോൾ വോളിയം സ്ട്രെയിൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ദി ഒറിജിനൽ വോളിയം. വോളിയം സ്ട്രെയിൻ ഈസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. അടുത്ത ടോപ്പിക് നോക്കാം. ഹുക്സ് ലോ. Hooke's law states that within the elastic limit, stress is directly proportional to strain. Stress is proportional to strain, or stress equal to K into strain, or K equal to stress by strain. K is a constant called modulus of elasticity. If a material obeys Hooke's law, the graph connecting stress and strain will be a straight line. X is directly proportional to Y, definitely the graph will be an inclined straight line. So, Hooke's law obey ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചാൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് റെപ്രസെൻറ്റ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് അതിൻ്റെ Y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ X കോർഡിനേറ്റ് ആയിരിക്കും. സ്വാഭാവികമായും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ക്രീനിൽ ആ കർവ് നോക്കൂ. ഇൻ ദ റീജിയൻ ഫ്രം O to A, the curve is linear. In this region, stress is proportional to strain. നമുക്കറിയാം സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെങ്കിൽ ഇറ്റ് ഒബേ ഹുക്സ് ലോ ഇൻ ദിസ് റീജിയൻ. സോ ഇൻ ദിസ് റീജിയൻ ദ സോളിഡ് ബിഹേവ് ആസ് ആൻ ഇലാസ്റ്റിക് ബോഡി. ദെൻ ഇൻ ദ റീജിയൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബി വരെയുള്ള ദൂരം നോക്കൂ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആർ നോട്ട് പ്രൊപ്പോർഷണൽ. Hooke's law is not obeyed, but the body is still elastic. Hooke's law obey ചെയ്തില്ലെങ്കിലും ആ റീജിയനിൽ എയിൽ നിന്ന് ബി വരെ ആ ഒബ്ജക്റ്റ് ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കും. ദ പോയിന്റ് ബി ഇൻ ദ കർവ് ഈസ് നോൺ ആസ് ഈൽഡ് പോയിന്റ് ഓർ ഇലാസ്റ്റിക് ലിമിറ്റ്. പേരിൽ തന്നെ ആൻസർ ഉണ്ട്, ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിറ്റി ഒബേ ചെയ്യുന്ന മാക്സിമം ലിമിറ്റ്. The stress corresponding to yield point is known as yield strength of the material. So, ഗ്രാഫിലേക്ക് ഒരിക്കൽ കൂടെ നോക്കാം. In the region from B to D, the body does not regain its original dimension when the load is removed or deforming force is removed. The material is said to be or said to have a permanent set. The material is said to have a permanent set. The material shows plastic behavior in this region. The point D on the graph is the ultimate tensile strength of the material. In the region from D to E, beyond the point D, additional strain produced even by a reduced applied force and fracture occurs at the point E. The point is called fracture point. Then ഒരിക്കൽ കൂടെ ഗ്രാഫിലേക്ക് നോക്കാം. Ductile solids. These materials show large plastic range beyond elastic limit. Fracture point is widely separated from the elastic limit. Example, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലൂമിനിയം എക്സെട്ര. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതാണ്. മെറ്റൽസ് ആർ malleable and ductile. Then brittle solids. These materials show very small plastic range beyond elastic limit. Fracture point lies close to the elastic limit. Example, glass, ceramic, etc. Then elastomers. The material for which stress strain graph is not a straight line within elastic limits. They do not obey Hooke's law. The elastic region is very large, no plastic region. Rubber,
elastic tissue of aorta are the examples of elastomers. They do not obey Hooke's law, but the elastic region is very large. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ടോപ്പിക്സിൽ വരുന്നത്. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.